ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ചാ നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. തിരുമേനി ഞങ്ങളെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട, ഉടൻ ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. വ്യക്തമായ കാരണം ഞങ്ങൾ പോവില്ല. നമ്മൾ എടുത്ത പ്രോഗ്രാമിൽ പോയി ഞാൻ ഭക്ഷണം കഴിച്ചു പോയി. അന്ന് 3 മണിയായിരുന്നു. ഞാൻ തെറ്റാണോ എനിക്കറിയില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഒഴിച്ച മോളെ നിങ്ങൾ കൂടി കഴിക്കാൻ പാടില്ലേ? ഇദ്ദേഹം പട്ടിണി കിടക്കണമെന്നോ നിരാഹാരം അനുഷ്ഠിക്കണമെന്നോ എന്നും ആരും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം ഭക്ഷണം കഴിച്ചതിനുമാണോ ആൾക്കാർ വിമർശിച്ചത്? അല്ല. നിങ്ങളുടെ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്താ ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിൽ? അല്ലത് ഭക്ഷണം കഴിച്ചോ തെറ്റ് പറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ജനങ്ങൾ വെള്ളത്തിനടിയിൽ കിടക്കുമ്പോൾ മണ്ണിനടിയിൽ കിടക്കുന്ന സമയത്ത് ആ ദിവസം മുഴുവൻ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുകയും ഒപ്പം വിരുന്നു കൂടുകയും ചെയ്ത ആ ഒരു മനോഭാവത്തെയാണ് ആൾക്കാർ വിമർശിച്ചത്. കേട്ടില്ലടാ. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. മധ്യ കേരളത്തിന്റെ മലയോരത്ത് നെഞ്ചിടിപ്പിക്കുന്ന കാഴ്ചകൾ. ഒറ്റ രാത്രിയിലെ പെയ്ത്തിൽ വെള്ളത്തിലായി പ്രധാന ടൗണുകൾ. പുഴകളെല്ലാം കരകവിഞ്ഞു. റോഡുകൾ പലതും വെള്ളത്തിനടിയിൽ. ഗതാഗതം താറുമാറായി. കനകമ്മേ, കഞ്ഞിയാകുമ്പോ വിളിച്ചാ മതി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ